തീയതി പണിക്ക് പോയി. ഇന്നലെ രാവിലെ കരയ്ക്ക് അടുപ്പിക്കേണ്ടതായിരുന്നു. ഇന്നലെ രാവിലെ കരയ്ക്ക് വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും മീന് കൊണ്ടുവന്ന് മീനുള്ളത് വിറ്റ് എന്തെങ്കിലും കാഴ്ചകൾ കിട്ടി എല്ലാ മക്കളും പണിക്ക് പോകുന്ന എല്ലാ കുടുംബങ്ങളും ഭക്ഷിച്ച് തൃപ്തരാകേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് 3-ാം ദിവസമായി. ഈ 3 ദിവസവും മഴയും കാറ്റും കോളും എല്ലാം കൊണ്ട് തളർന്ന അവശരായി, ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളമില്ലാതെ തളർന്ന് കിടക്കുകയായിരുന്നു. നമസ്കാരം. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ചിലരെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ശ്രമത്തിലാണ്. അതിനിടയിൽ ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണാതായവരെ അവർ സുരക്ഷിതരാണ് എന്ന് കാണിക്കുന്ന വീഡിയോ. അതിലൊരാളുടെ ബന്ധുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ തോന്നുന്നത്? അതായത് ദൈവത്തിന്റെ കരുണയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഉറക്കമൊഴിച്ചുള്ള കണ്ണുനീരിന്റെ പ്രതിഫലം ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്റെ ജീവനെ തിരികെ തന്നു. സഹോദരനെ മാത്രമല്ല, സഹോദരന്റെ കൂട്ടത്തുള്ളവരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന് എങ്ങനെ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല. വീണ്ടും കടലിനുള്ളിൽ ആയിരിക്കുന്ന മക്കളെയും ദൈവം എത്രയും പെട്ടെന്ന് എത്രയും വേഗം സുരക്ഷിതരാക്കി കരയ്ക്ക് അടുപ്പിക്കുവാൻ കൃപയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴായിരുന്നു ഇവര് ജോലിക്ക് പോയിരുന്നത്? ഇന്ന് 3 ദിവസമായി. അതായത് 28-ാം തീയതി വൈകുന്നേരം 2:30 മണിയോടുകൂടിയാണ് അവര് തന്നെ 3 ദിവസമായില്ലേ. 29-ാം തീയതി പണിക്ക് പോയി. ഇന്നലെ രാവിലെ കരയ്ക്ക് അടുപ്പിക്കേണ്ടതായിരുന്നു. ഇന്നലെ രാവിലെ കരയ്ക്ക് വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും മീന് കൊണ്ടുവന്ന് മീനുള്ളത് വിറ്റ് എന്തെങ്കിലും കാഴ്ചകൾ കിട്ടി എല്ലാ മക്കളും പണിക്ക് പോകുന്ന എല്ലാ കുടുംബങ്ങളും ഭക്ഷിച്ച് തൃപ്തരാകേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് 3-ാം ദിവസമായി. ഈ 3 ദിവസവും മഴയും കാറ്റും കോളും എല്ലാം കൊണ്ട് തളർന്ന അവശരായി, ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളമില്ലാതെ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നെടുവീർപ്പോടുകൂടി രാത്രികാലങ്ങളിൽ ഉറക്കമെഴിഞ്ഞിരുന്ന പ്രാർത്ഥനയുടെ ഫലം ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങൾക്ക് കരയ്ക്കടുപ്പിക്കാൻ തന്നതിനെ ഓർത്ത് നന്ദി എങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല. എന്ന് വെച്ചാല് 1 മാസത്തിലധികമാകുന്ന ഈ കാറ്റും കോളാറും പ്രതിക്ഷേപവും ഉണ്ടായിട്ട് ആരാണ് എന്തെങ്കിലും സഹായിക്കുക? എവിടെ നിന്നാണ് കിട്ടുക? മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എങ്ങനെയാ ഭക്ഷിക്കേണ്ടത്? കുട്ടികൾ 4, 5, 6 മക്കള്, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ? വിശപ്പടക്കാൻ സാധ്യമില്ലാതെ ആകുമ്പോഴാണ് അവർ കടലിലേക്ക് കടന്നു ചെല്ലുന്നത്. വീണ്ടും എന്തെങ്കിലും കിട്ടിയാൽ മക്കളുടെ വിശപ്പടക്കാം, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഇപ്പോഴും ഈ മക്കളെ തിരിച്ചു കിട്ടിയതിന് നന്ദി പറയുന്നു. വീണ്ടുമുള്ളവരെ സുരക്ഷിതരാക്കുവാൻ കോസ്റ്റ് ഗാർഡ് ബോട്ടുകൾ ഇറക്കുകയും ഹെലികോപ്റ്റർ ഇറക്കുകയും ആ മക്കളെയും കരയ്ക്ക് അടുപ്പിക്കുവാൻ വേണ്ടുന്ന കൃപ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ കരുതല് വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിലെ അവസ്ഥയാണെങ്കിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, അവർക്ക് 5 പെൺകുട്ടികളുണ്ട്, പേരക്കിടാങ്ങള്. അപ്പൊ ഈ അപ്പച്ചൻ എന്തെങ്കിലും കൊണ്ടുവന്നവരെ മക്കൾ കാത്തിരിക്കും. വേറെ ജോലിയും കൂലി ഇല്ലാത്ത മക്കളുണ്ട്. ആ അവസ്ഥയിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. 1 മാസത്തിലധികമായി പണിക്ക് പോകാതെ ഇപ്പോഴും മെനഞ്ഞാന്ന് 3 ദിവസമായി കടലിൽ പോയി. എന്തെങ്കിലും കിട്ടും. അത് കറിക്ക് പോലും ഞങ്ങൾക്ക് ഒരു മീൻ കിട്ടാത്ത സാഹചര്യത്തിലൊക്കെയാണ്. ആ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങി തിന്നാൻ പറ്റുന്നില്ല. കാശുണ്ടെങ്കിലല്ലേ വാങ്ങിയും തിന്നാം. വാങ്ങി തിന്നാൻ മീൻ എവിടെ നിന്നാ? കിട്ടുന്നില്ല. തീരദേശ മക്കൾ ഒത്തിരിയേറെ, ചുരുക്കി പറയാമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹാർബർ വന്നതിന് ശേഷം വിഴിഞ്ഞ മക്കളുടെ ജീവിതം തീർന്ന്, വിഴിഞ്ഞ മക്കളുടെ ജീവിതം തൊലഞ്ഞ്
എന്ന് വെച്ചാൽ പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, മീനില്ല കടലില്. ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മീനൊക്കെ എവിടെ ചെന്ന് ഒതുങ്ങുന്നെന്ന് അറിയില്ല. അപ്പൊ അത്രയ്ക്കും ദുരിതം അനുഭവിക്കുന്ന വിഴിഞ്ഞം ജനത, തീരദേശ ജനതയിൽ വെച്ച് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വിഴിഞ്ഞം ഇടവക എന്തുമാത്രം കണ്ണുനീര് കൈകഴുകുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ തിരിച്ച് നമ്മുടെ കരയ്ക്ക് അടയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ്. ബന്ധുക്കളൊക്കെ നമ്മളോടൊക്കെ ചേരുകയാണ്. എന്താണ് ഇപ്പോ ഈ ഒരു വീഡിയോ അടക്കം പോലീസുകാർ കാണിച്ചു തരുമ്പോൾ തോന്നുന്നത്? സന്തോഷകരമായ ഒരു ഇതാണ്. ഇതുപോലെ മറ്റുള്ളവരും വന്നു ചേരാനാണ് പ്രാർത്ഥന. അദ്ദേഹം എപ്പോഴാണ് ജോലിക്ക് പോയത്? മെനഞ്ഞാന്ന്, ഇന്ന് 3 ദിവസമായി. അല്ല, ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? പോകുന്നുണ്ടായിരുന്നു? മഴയൊക്കെ ആയിരുന്നല്ലോ. ഇല്ല, പോയില്ലായിരുന്നു. കാറ്റ് കാരണം പണിക്കൊന്നും പോയില്ല. മെനഞ്ഞാന്ന് തന്നെ പോയത്. അപ്പം എന്തെങ്കിലും മുന്നറിയിപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നോ? ശക്തമായിട്ടുള്ള കാറ്റാണ്, പോകരുത്, അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നോ? പള്ളിയിലൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും പോക്കാണല്ലേ? അപ്പോഴും പോയില്ലായിരുന്നു. ഇപ്പം 28 ദിവസം കഴിഞ്ഞാണ് പോയത്. ചേച്ചി, എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്? സന്തോഷമാണ്, എന്നാൽ പോലും ഇപ്പം ഒരുപാട് കാത്തിരുന്ന് അത്രയും സമയം നമ്മൾ തന്നെ വന്നിട്ട് ഒരുപാട് സമയം ഇപ്പം ആ ഒരു വീഡിയോ കാണുമ്പോൾ ഉള്ളൊരു എന്താണ് പറയാനുള്ളത്? എന്ത് പറയുന്നത്, കൂടപ്പുറപ്പ് നാട്ടിൽ കരയിലോട്ട് വരുന്നതിനുള്ള ഒരു സന്തോഷം മനസ്സിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട്. അത് ഇതേപോലെ തന്നെയാണ് പോയിരിക്കുന്നവർ തിരികെ വരണം. ഇപ്പം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്ന സമയമാണ് ഇത്. അതായത് ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പം കടലിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. അത് മാറ്റണമെങ്കിൽ, അതായത് വീട്ടിലെ കാര്യങ്ങൾ കടന്നു പോകണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴി വേണമല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും മാർഗങ്ങളൊക്കെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഞങ്ങളുടെ ചേട്ടനുണ്ട്. നല്ല പോലീസ് പോയിട്ട് കൊള്ളാം. പോലീസ് പോയിട്ട് കൊള്ളാം.